ദൈവനാമം വാഴ്ത്തുമാറാകട്ടെ. സുവാർത്ത ചാരിറ്റബിൾ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ ജനനത്തെ ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഈ പ്രത്യേക സമയത്ത് നടത്തപ്പെടുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനിടയാതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിലുപരിയായി കർത്താവിന്റെ വേലയോട് ബന്ധപ്പെട്ട് എന്നെ ശ്രദ്ധിക്കുകയും ആ ദൈവവേലയിൽ ഞാൻ ചെയ്തതായ പ്രയത്നത്തെ ആദരിച്ചുകൊണ്ട് ഈ സദസ്സിൽ പൊതുവായിട്ട് എന്നോട് സ്നേഹവും ആദരവും പ്രോത്സാഹനവും നൽകിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രധാനപ്പെട്ട സഹോദരന്മാരോട് ദൈവനാമത്തിൽ ഹൃദയപൂർവ്വമായി നന്ദി അറിയിക്കുന്നു. കർത്താവിന്റെ വേലക്കാർക്കുള്ള പ്രോത്സാഹനം എന്നുള്ള നിലയിൽ ആദരവോടെ ഞാനത് കൈക്കൊള്ളുന്നു. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ ജനിച്ചു എന്നുള്ള സത്യം ലോകം മുഴുവൻ ഓർക്കുന്ന സമയമാണ് ക്രിസ്തുമസ്. ക്രിസ്തുമസിന്റെ ചരിത്രപരമായ വിഷയത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതിൽ അഭിപ്രായ ഭേദങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ കാലസമ്പൂർണതയിൽ പ്രവചനങ്ങളുടെ നിവൃത്തിയായ ദൈവത്തിന്റെ പുത്രൻ ഉലകത്തിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ള സത്യം എല്ലാവരും അംഗീകരിക്കുന്ന സത്യമാണ്, അംഗീകരിക്കേണ്ട സത്യമാണ്. നാളുകൾക്ക് മുൻപ് അമേരിക്കയിലെ ശാസ്ത്ര സംഘം 3 പേർ, അതിൽ നീൽ ആംസ്ട്രോങ് എന്ന സുവിശേഷ ശാസ്ത്രജ്ഞൻ അമേരിക്കയിൽ നിന്ന് ചന്ദ്രനിലേക്ക് പറന്നു. നീൽ ആംസ്ട്രോങ്ങിന്റെ ഷൂസ് ആദ്യമായി ചന്ദ്രനിൽ പതിഞ്ഞു. ലോക അമ്പരപ്പോടെ, ആശ്ചര്യത്തോടെ, ആഹ്ലാദത്തോടെ ആ കാര്യം കേട്ടു, കണ്ടു. സഹോദരങ്ങളെ, അത് ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമായിട്ടാണ് ലോകം വിലയിരുത്തുന്നത്. അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു അത്ഭുതമായിരുന്നു ഈ ശപിക്കപ്പെട്ട ഭൂമിയിലേക്ക് സ്വർഗം പിടിഞ്ഞ് ദൈവത്തിന്റെ പുത്രൻ ബേത്ലഹേമിലേക്ക് ഒരു ശിശുവായി പിറന്നു വീണു എന്നുള്ള സത്യം. ആ സത്യത്തെ ഓർക്കുന്ന ഈ പ്രത്യേക നിമിഷത്തിൽ സുവാർത്ത ചാരിറ്റബിൾ മിനിസ്ട്രി നടത്തുന്ന ഈ ശുശ്രൂഷയെ ദൈവം ആദരിക്കട്ടെ. സുവിശേഷ വേലയോട് ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ടൊന്നും പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും എന്റെ എളിയ അനുഭവങ്ങൾ ചെറുത് നിങ്ങളോട് പങ്കിട്ടുകൊണ്ട് നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അത് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു പ്രോത്സാഹനമായി തീരുമെങ്കിൽ ദൈവനാമം മഹത്വപ്പെടും എന്നുള്ള വിശ്വാസത്തോടെ ആ കാര്യത്തിലേക്ക് കടക്കുക. ഏതാണ്ട് ഒരു 17 വയസ്സുള്ളപ്പോഴാണ് ഞാനിതുപോലെ ഒരു സുവിശേഷവും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ചത്. ആ സുവിശേഷ യോഗത്തിൽ വെച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനമെടുത്തു. കർത്താവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ചു. അതെന്റെ രക്ഷയുടെ വീണ്ടും ജനനത്തിന്റെ ദിവസമായി. തുടർന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം മനസ്സിലാക്കുവാനുള്ള ആഗ്രഹത്തോടെ അത് പഠിക്കുവാനായി സമയങ്ങൾ, നാളുകൾ ചിലവഴിച്ചു. ദൈവജനത്തിന്റെ മർമ്മങ്ങളെ പ്രഗത്ഭന്മാരായ ദൈവദാസന്മാരോട് കേട്ടപ്പോൾ ദൈവജനത്തിന്റെ ആഴവും പരപ്പും എത്രയോ വലുതാണെന്ന് മനസ്സിലാക്കി. ഇന്നും ആ ദൈവജനത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി മാത്രമാണ് ഞാൻ. അതിലൂടെ മനസ്സിലാക്കിയ സത്യങ്ങളെ ലോകത്തോട് അറിയിക്കുവാനുള്ള ദൈവത്തിന്റെ കൽപ്പന ശിരസാ വഹിച്ചുകൊണ്ട് 45 വർഷമായി സുവിശേഷ ബോളത്തിൽ എന്നാലാവോളം പ്രയത്നിക്കുവാൻ ദൈവം സഹായിച്ചു. വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ ദൈവദാസന്മാരുടെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കും അതിൽ വലിയ പങ്കുവഹിക്കുവാൻ ദൈവം സഹായിച്ചു. അതിലെടുത്തു പറയാവുന്ന ഒരു പ്രവർത്തനം, നാം ജനിച്ചു വളർന്ന കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയും നടന്നുപോയി സുവിശേഷ സന്ദേശങ്ങൾ എത്തിക്കുവാൻ ദൈവം 1993 എനിക്ക് അവസരം തന്നു. കേരളത്തിന് മുക്കും മൂലയിലും നടന്നു പോകുവാൻ, സന്ദേശം എത്തിക്കുവാൻ ദൈവം സഹായിച്ചു. മറ്റൊന്ന്, ഗൃഹാഷ്ഠനെയും മക്കളെയും ഒറീസയിൽ ചുട്ടുകൊന്നപ്പോൾ സുവിശേഷം മതപരിവർത്തനമാണെന്നും സുവിശേഷത്തെ വക്രീകരിച്ച് ശത്രുക്കളെ വിശദീകരിച്ചപ്പോൾ സുവിശേഷം മതപരിവർത്തനമല്ലെന്നും സുവിശേഷം മനുഷ്യപരിവർത്തനത്തിലുള്ള ദൈവത്തിന്റെ ശക്തിയാണെന്നും അറിയിക്കുവാനുള്ള ദൈവിക പ്രേരണ ദൈവം എനിക്ക് നൽകി. അങ്ങനെ ഞാൻ എന്റെ ഒരു സ്കൂട്ടറിന്റെ പുറകിൽ ഒരു മൈക്ക് സെറ്റൊക്കെ ഘടിപ്പിച്ച് കളിക്കാവിളിൽ നിന്ന് കിഴക്കൻ ജില്ലകൾ കൂടി വടക്കെത്തി പടിഞ്ഞാറൻ ജില്ല കൂടി തിരിച്ചെത്തുക എന്ന ലക്ഷ്യത്തോടെ യാത്ര പുറപ്പെട്ടു. നീണ്ട 4 മാസം ആ യാത്ര തുടരുവാനും ആ യാത്ര പൂർത്തിയാക്കുവാനും ദൈവം സഹായിച്ചു. നമ്മുടെ കേരളത്തിന്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും
യേശുക്രിസ്തുവിന്റെ സുവിശേഷം മതപരിവർത്തനമല്ലെന്നും അത് മനുഷ്യനെ മാറ്റിമറിക്കുന്ന ദൈവശക്തിയാണെന്നും വളരെ ശക്തിയോടെ എന്റെ അറിവിനൊത്തവണ്ണം പ്രാപ്തിക്കത്തോളം അറിയിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. നിരവധി അനുഭവങ്ങളിലൂടെ കർത്താവ് സുവിശേഷ വേലയുടെ വിവിധ ഭാഗങ്ങൾ ആ യാത്രയിലൂടെ എന്നെ പഠിപ്പിച്ചു. കിടക്കുവാൻ സ്ഥലമില്ലാതെ, ഭക്ഷണമില്ലാതെ, ആരും സഹായിക്കുവാനില്ലാതെ പുറപ്പെട്ട ആ യാത്രയിൽ കർത്താവ് പറഞ്ഞ വാക്ക് ഞാൻ അനുഭവത്തിലാക്കി. നിങ്ങൾ പോകുവിൻ, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. കർത്താവിന്റെ വാക്കുകൾ സത്യമാണെന്ന് ആ യാത്രയിലൂടെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കി. ഞാൻ ഒറ്റയ്ക്കായിരുന്നു, എന്നാൽ കർത്താവിന്റെ വലിയ സാന്നിധ്യം, കൂടെയുണ്ടെന്നുള്ള വാക്കുമാറാത്ത സാന്നിധ്യം ഞാൻ ആ യാത്രയിൽ അനുഭവിച്ചു. ആയിരങ്ങളോട് കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ സത്യം, അത് വരുത്തുന്ന മാറ്റങ്ങൾ, അതിന്റെ സാധ്യതകൾ, അതിന്റെ ശക്തി എല്ലാം വെളിപ്പെടുത്തുവാൻ ആ യാത്രയുടെ ദൈവം സഹായിച്ചു. തുടർന്ന് ചെയ്ത പ്രവർത്തനങ്ങൾ എടുത്തു പറയാവുന്നത് ഉൾഗ്രാമങ്ങളിൽ കടന്നുപോയുള്ള സുവിശേഷ പ്രയത്നങ്ങളായിരുന്നു. ഞാനും എന്റെ കൂടെയുള്ള ചില സഹോദരന്മാരും ഗായക സംഘവും. ഗായക സംഘത്തിന്റെ പ്രധാനപ്പെട്ട ഗായകനായിരുന്നു വെമ്പായം ബിജു. ബിജു ഇവിടെ വന്നെങ്കിലും സുഖമില്ലാതിരിക്കുകയാണ്, സ്റ്റേജിൽ കയറാൻ പറ്റാതിരിക്കുകയാണ്. കേരളത്തിൽ അങ്ങോളം ക്രിസ്തുവിന് വേണ്ടി ശുദ്ധിമധുരമായി ഗാനങ്ങൾ ആലപിച്ച ആ ദൈവ മകനും കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ലൊരു ഗായക സംഘം എല്ലാം ഞങ്ങള് അനേക ഗ്രാമങ്ങളിൽ ആരും പ്രത്യേകം ക്ഷണിക്കാതെ, ഫണ്ട് ഒന്നുമില്ലാതെ വിശ്വാസത്താൽ കടന്നു ചെന്ന് ഞങ്ങൾ തന്നെ സ്റ്റേജുകൾ തീർത്ത് ക്രമീകരണങ്ങൾ ചെയ്ത് യോഗങ്ങൾ സംഘടിപ്പിക്കും. അങ്ങനെ ഏതാണ്ട് 248 ഗ്രാമങ്ങൾ സുവിശേഷ പ്രയത്നങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ദൈവം സഹായിച്ചു. അങ്ങനെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ എന്റെ പ്രാപ്തിക്കൊത്തവണ്ണം, പ്രായത്തിനൊത്തവണ്ണം കർത്താവിന് വേണ്ടി പോരാടുവാനിടയായി എന്നുള്ളത് ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തർക്കും സുവിശേഷ വേലയ്ക്കുള്ള പ്രേരണയായി തീരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, എന്നോട് കാണിച്ച സ്നേഹത്തിനും ആദരവിനും സുവാർത്താ മിനിസ്ട്രിയോട് നന്ദി അറിയിച്ചുകൊണ്ട് ഈ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ.